എല്ലാവർക്കും നമസ്കാരം. ഓണത്തിന് സാധാരണയായി ഉണ്ടാക്കുന്ന ഒരു വറുത്തലിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നോക്കിയാലോ. ഉണക്കപ്പയർ, റെഡ് കളറുള്ള നാടൻ പയറും പിന്നെ മത്തങ്ങയും നല്ലതുപോലെ വേവിച്ചെടുക്കണം. കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ വേവിക്കാം. വേവിച്ച് നന്നായി ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം നമുക്ക് കുക്ക് ചെയ്യണം. ഇനി എലിശ്ശേരിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് ചിരകിയ തേങ്ങ, അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ എലിശ്ശേരിയുടെ പയറും മത്തങ്ങയും ഒക്കെ നന്നായി വറ്റി. ഇനി ഈ അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എലിശ്ശേരി നല്ലതുപോലെ തിക്കായിട്ടാണ് ഇരിക്കുക. തണുക്കുമ്പോൾ നല്ലതുപോലെ തിക്കായി കിട്ടും. ഇനി നമുക്ക് അതിലേക്കുള്ള താളിപ്പ് ശരിയാക്കാം. കുറച്ച് ഉലുവയും കടുകും കൂടെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതിന് ശേഷം നമ്മളിത് വറുത്തെലിശ്ശേരിയാണല്ലോ, അതുകൊണ്ട് കുറച്ച് തേങ്ങ ചിരകിയത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്ത് നമ്മുടെ എലിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഒരുവിധം ബ്രൗൺ കളറായി. ഇനി നമുക്കിത് എലിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ വറുത്തെലിശ്ശേരി റെഡിയായി. വളരെ സിമ്പിളായ ഈ വറുത്തലിശ്ശേരി ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഫീഡ്ബാക്കും അറിയിക്കണം. താങ്ക് യു.